ടെക്നോയുടെ ടെക്നോ ഫാൻറ്റം വി ഫോൾഡ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഫോൾഡബിൾ ഫോണാണ്. അപ്പം സാംസങ്ങിൻ്റെ അല്ലാത്ത ഒരു ഫോൾഡബിൾ ഫോൺ ആദ്യമായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോയുടെ ടെക്നോ ഫാൻറ്റം വി ഫോൾഡ് എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോൾഡബിൾ ഫോണാണ്, അതുകൊണ്ട് തന്നെ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഉള്ളിൽ 7.85 ഇഞ്ചിൻ്റെ 2K ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം ഉള്ളിൽ 2K റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. LTPO എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. റിഫ്രഷ് റേറ്റ് 10 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 2296x2000 ആണ്. പിന്നെ പഞ്ചോൾ ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഉള്ളിലുള്ള ഡിസ്പ്ലേയിൽ റൈറ്റ് ഭാഗത്ത് സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഈ ഒരു പഞ്ചോൾ വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഉള്ളിലുള്ള ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി പുറത്തും ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. പുറത്ത് 6.42 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 1080x2550 ആണ്. ഇതും LTPO ഡിസ്പ്ലേ ആണ്. അതായത് റിഫ്രഷ് റേറ്റ് 10 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും ഇതിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോൾഡബിൾ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 299 ഗ്രാമാണ്. അപ്പോൾ അത്യാവശ്യം നല്ലോണം വെയിറ്റ് ഉണ്ട്. തിക്നെസ് വരുന്നത് 6.9 mm ആണ്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക് dimensity 9000+ എന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഇത് മീഡിയാടെക്കിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പം മികച്ച പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരേണ്ടതാണ്. ഈ ഒരു ഫോണിന് കോമ്പറ്റീഷനായിട്ട് വരുന്ന ഫോണാണ് സാംസങ്ങിൻ്റെ Z Fold 4. അതിൽ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ആ ഒരു പ്രോസസ്സറും ഈ ഒരു പ്രോസസ്സറും ഏകദേശം അടുത്തൊക്കെ വരുന്ന പ്രോസസ്സറാണ്. പിന്നെ ഇതിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലും ആണ് വരുന്നത്. പിന്നെ 12 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5ൻ്റെ റാമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. പിന്നെ എക്സ്പാൻഡബിൾ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. പിന്നെ NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Android 13 ബേസ് ആയിട്ടുള്ള iOS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 13 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 50 മെഗാപിക്സലിലെ ഒരു പോർട്രേറ്റ് ലെൻസ് വരുന്നുണ്ട്. ഇതിൽ 2x ഒപ്റ്റിക്കൽസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 സെൽഫി ക്യാമറ ഇതിൽ വരുന്നുണ്ട്. പുറത്തുള്ള ഡിസ്പ്ലേയിൽ 32 മെഗാപിക്സലിലെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഉള്ളിലുള്ള ഡിസ്പ്ലേയിൽ 16 മെഗാപിക്സലിലെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഓൺ പേപ്പർ തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അപ്പം സാംസങ് Z Fold 4നേക്കാളും ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. Z Fold 4ൽ വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ 12 GB റാം 256 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 89,999 രൂപയാണ്. അതുപോലെ തന്നെ 12 GB റാം 512 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 99,999 രൂപയാണ്. പിന്നെ ഇനീഷ്യലി ചില ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഫർ കഴിഞ്ഞിട്ട് 79,999 രൂപയ്ക്ക് ഈ ഫോൺ ലഭിക്കുന്നതായിരിക്കും. പിന്നെ സെയിൽ ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സെയിൽ ഡേറ്റും കാര്യങ്ങളൊന്നും ഇപ്പം അനൗൺസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് 2023 ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറയുമ്പം ജനുവരി, ഫെബ്രുവരി, മാർച്ചാണ്. ഇപ്പം മാർച്ചിലാണ് ഓൾറെഡി നിൽക്കുന്നത്. അപ്പം ഈ ഒരു മാസം തന്നെ ഈ ഒരു ഫോണിന് സെയിലിൽ എത്തിയേക്കാം. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നോ ഫാൻറ്റം വി ഫോൾഡ് എന്ന ഫോണിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫോൾഡബിൾ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പം 90,000 രൂപ എന്നുള്ള പ്രൈസിങ് അത്യാവശ്യം നല്ലൊരു പ്രൈസിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഫോണിന് കോമ്പറ്റീഷനായിട്ട് വരുന്ന സാംസങ് Z Fold 4ൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലാണ് ആ ഒരു ഫോൾഡബിൾ ഫോൺ വരുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം ഈ ഫോണിൻ്റെ പ്രൈസിങ് അത്യാവശ്യം നല്ലൊരു പ്രൈസിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ പ്രശ്നം വരുന്നത് അവിടെയല്ല. ഈ ഒരു 90,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ എത്ര പേര് ടെക്നോയുടെ ഒരു ഫോൺ പ്രിഫർ ചെയ്യും എന്നുള്ളതാണ്. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ടെക്നോയുടെ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ടെക്നോയുടെ ഫാൻറ്റം വി ഫോൾഡ് എന്ന സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രൈസിംഗ് ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എത്ര പേര് ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സെലക്ട് ചെയ്യും എന്നുള്ളത് ഒരു ഡൗട്ടാണ്. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.